എത്തിനോട്ടക്കാരി എത്തിയല്ലോ. ഞാൻ നോക്കി ഉടനെ ചേച്ചീനോടാ. ആ അവള് നോക്കട്ടെ, കുഴപ്പമെന്ത്? അങ്ങനെ ഇപ്പൊ നോക്കണ്ട, ഇതിപ്പോ ഇവിടെ സ്ഥിരം പരിപാടിയാച്ചാ. ഇല്ല അച്ഛ, നോക്കൂല. വാശെങ്കി വാശി. അച്ഛൻ ഫോണിതാ, അച്ഛന്റെ ഫോണിതാ. അയ്യോ അച്ഛന്റെ ഫോണൊന്നും ശരിയാവൂല, കാര്യങ്ങളൊക്കെ ഇതാണ് കിടക്കണ. എന്റെ അമ്മോ മക്കള് പോകട്ട് പോ, അകത്ത് കയറിപ്പോ. ആ എല്ലാരും കണക്ക് തന്നെ. ഇഷ്ടോട് എന്നാടാ ഫോൺ? മാളവിയെ വിളിച്ചല്ലേ? ആ അല്ല, ഇവിടെ ഇരുന്ന ഫോണില് മാളവിയുടെ കോള് വന്നതേ, നീ എങ്ങനെ അറിഞ്ഞു? ഞാനേ സേവാകേന്ദ്രത്തിൽ പോയിട്ട് അതുവഴി ട്യൂഷൻ സെന്റർ വരെ ഒന്ന് പോയായിരുന്നു. അപ്പൊ മതിലിന്റെ സൈഡിൽ വെച്ച് നീ മാളവികനെ കണ്ടല്ലേ? ഓ കണ്ട്. ചേച്ചി പറഞ്ഞ കഥയെ അവളെന്നോട് പറഞ്ഞു. തന്ത എവിടെ ഇരിക്കല്ലേ? കണ്ടാ പോകുവാനല്ല പോട്ട്. അത് തപ്പു കിടന്ന് ഉറങ്ങില്ലടാ. പൈസ രമേശ് ഉണ്ടല്ലോ, പിടിച്ച് കുരിച്ചളെ. ആ അച്ഛാ ഒരു മിനിറ്റ് അച്ഛാ. ചേച്ചി പറഞ്ഞ കഥ അവളെന്നോട് പറഞ്ഞു കേട്ടാ. ചേച്ചി എന്തോ നമ്മളോട് പറഞ്ഞു കൊടുത്തത്? ആ മീര എപ്പോഴും അവിടെ വന്നിരിപ്പാണെന്നല്ലേ ഷൈനി ചേച്ചിയുടെ മോള് സേവാകേന്ദ്രത്തില്? ഇരിക്കും. ഞാൻ അന്ന് വന്നപ്പോ കണ്ടായിരുന്നു. കൊച്ചേ ഉണ്ടായിരുന്നു കേട്ടോ. നീ ചൂടാവണ എന്തിനാ? ഞാൻ ചോദിക്കണ ഉത്തരം പറ. ആഴ്ചയിൽ കുറഞ്ഞത് ഒരു 3 ദിവസമെങ്കിലും മീര അവിടെ വന്നിരിക്കാറില്ലേ? ആ വന്നിരിക്കാറുണ്ട്. നിങ്ങൾ സംസാരിക്കാറുമുണ്ട്. ആ സംസാരിക്കാറുണ്ട്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നീ ഫോണിൽ സംസാരിക്കാറില്ലേടാ? അത് ഞാൻ ഷൈനി ചേച്ചി ഫോൺ വിളിക്കുമ്പോ മീര ഫോൺ മേടിച്ച് സംസാരിക്കണത്. ആ ഇത്രേ ഞാനും അവളുടെ അടുത്ത് പറഞ്ഞുള്ളൂ. എന്താ ഇവിടെ ലച്ചുവേ? വെറുതെ വിട്ടെന്ന് കരുതി അങ്ങനെ ഉപേക്ഷിച്ചിട്ടില്ല ഞാൻ നിന്നെ. ഇവിടെ നാട്ടിൽ പൊമ്പളുടെ കാര്യമൊക്കെ പറയണ്. ഒരു പ്രശ്നം വരുമ്പോ ഈ തന്ത എന്നെ നിരവരാത്ത നാട്ടിലെടുത്ത് എങ്ങനെ തെളിയിക്കും? ചാച്ചനൊന്ന് മിണ്ടായി. എവിടെ പോണ്ട? ഇല്ല ഈ കേസ് ഇട്ടില്ല, ഞാനില്ല. അത് ഈ കേസും തീർത്തോട്ട് എന്നിട്ട് ഞാൻ ഈ കേസ് ഏറ്റെടുക്കാം കേട്ടാ. വാടാ നീ വാടാ. ആ പാവപ്പെട്ട മനുഷ്യ അവിടെ കിടന്ന് ഉറങ്ങലടാ. ഇല്ലടാ കേറിപ്പോടാത്ത്. കേറിപ്പോടാ. ചേട്ടൻ കയറിപ്പോട്ടാ. എല്ലാരും പോ. പാറുവേ സരായപ്പോ. അല്ല ഇതിപ്പോ ശരിക്കും എന്താണ് പ്രശ്നം? പ്രശ്നം എന്താന്ന് ഞാൻ പറയാ അച്ഛാ. ആ എന്റെ ബാക്കി പറഞ്ഞതിന് പ്രൊട്ടക്ഷൻ പറ. ഈ കേശവയും മാളവികയും തമ്മിൽ ഒരു ഇതിലാണല്ലോ. ഏതില്? അതായത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഷെയറിംഗ് ആൻഡ് കെയറിംഗ്. their relationship is divine. ഇല്ലടാ കുന്തം. കേശുവേ വാങ്ങോട്ടെ എന്റെ കയ്യിൽ നിന്ന് നീ. അതായത് അച്ഛാ, ഈ കേശുവും മീരയും തമ്മിൽ അടുക്കുന്നത്, ഐ മീൻ ക്ലോസ് ഫ്രണ്ട് ആവുന്നത് ഈ മാളവികയ്ക്ക് ഇഷ്ടമല്ല. ദാറ്റ് ഈസ് വൈ ബിക്കോസ് ഓഫ് ചേട്ടാ. ഒരു പയ്യന് വേണ്ടി 2 പെണ്ണുങ്ങളുടെ തമ്മിലടി. ഇല്ലാമ ഇങ്ങനെ എന്നാ ഒരു കെട്ടിപ്പിടിച്ച് കളിക്കണത്. കെട്ടിപ്പിടിക്കണേ. അല്ല ഈ കളിയിൽ നിലവിളി ഉണ്ട്. ഈ കളി ഡെയിലി ഉണ്ടോ? ഇല്ല, ആഴ്ച 3 പ്രാവശ്യം. അച്ഛൻ കണക്കായിരുന്നാ? ഒന്ന് മയങ്ങി വന്നതാ അവിടെ ബേളം കേട്ടത്. എന്താ എല്ലാവരും കൂടെ കൂടി നിൽക്കുന്നത്? പഠിക്കാനൊന്നും ഇല്ലയോ? ഞാൻ പഠിക്കാൻ പോയതാ. പഠിക്കാൻ പോവാ. ബുക്കെടുത്ത് പോടാ പോടാ പോവാൻ. അച്ഛൻ പോയി കിടന്നു വെച്ചാ. കിടന്നു. ഞാനും കൂടി വരണം. നിന്റെ കാളി പലതും കാര്യത്തിലാണ് അവസാനിക്കണത്. കളിയിൽ അല്പം കാര്യം. ഞാൻ വെറുതെ വിട്ടാലും ഇവള് വെറുതെ നിൽക്കൂല. എന്തിനാ വെച്ചാൽ അടികൊള്ളാൻ വേണ്ടി ഇവിടെ കിടക്കണത്? ഞാൻ 3 ദിവസം നോക്കൂ. സമാധാനം കിട്ടുമെന്ന്.